നമ്മൾ ഇട്ട് നോക്കണം ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നല്ല റിസൾട്ട് കിട്ടുമെങ്കിൽ ഇത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം വെച്ചാൽ നമുക്ക് ഏറ്റവും ചുരുങ്ങിയ, കാരണം ഇതുപോലത്തെ ഒരു ബോട്ടിൽ കൊണ്ടുപോയി നമ്മുടെ പറമ്പിൽ നമുക്ക് വളമിട്ടിട്ട് തിരിച്ചു വരാം. അഗ്രികൾച്ചറിൽ നമ്മളുടെ ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളത്തിന്റെ ബോളായിട്ട് വരുന്നതാണ്, ശരിക്കും ബോൾ സൈസിലാണ്. അതായത് നമുക്ക് ഒരു തെങ്ങിനാണെന്നുണ്ടെങ്കിൽ 6 മാസത്തേക്ക് 6×3 = 18 ഇതുപോലത്തെ ബോള് ഒരു തെങ്ങിന്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ മതി 6 മാസത്തേക്ക്. അപ്പൊ നമ്മളുടെ ഒരു വളത്തിന്റെ ടെക്നോളജി ഇത് വരുന്നത് ശരിക്കും മലേഷ്യയിൽ നിന്നാണ് ഈ ഒരു ടെക്നോളജി വരുന്നത്. അതുപോലെ ഇത് 3 സ്റ്റേജിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ 3 തരത്തിലാണ് ഇതിനകത്തെ ന്യൂട്രിയൻസ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് ഗ്രോത്തിന്റെ സ്റ്റേജിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്, അതുപോലെ തന്നെ ഫ്രൂട്ടിംഗ് സ്റ്റേജിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. അതിനുശേഷം നമുക്ക് ഇത് വരുന്നത് ശരിക്കും നമ്മുടെ മണ്ണിലടിയിൽ ഉണ്ടാകുന്ന അതെ ചേമ്പ്, ചേന, കപ്പ, അതുപോലെ തന്നെ കപ്പലണ്ടി അതുപോലുള്ള സാധനങ്ങൾക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് ഇത് വരുന്നത്. ഇതെല്ലാത്തിനും സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള വളങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ നമുക്ക് ശരിക്കും വളങ്ങൾ ചുമന്നിട്ട് നടക്കണ്ട, വളരെ ഈസി ആയിട്ട് കൊണ്ടുപോയി ചെടികളുടെ ചോട്ടിലിട്ട് കൊടുക്കാം. നമ്മൾ ഇട്ട് നോക്കണം ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നല്ല റിസൾട്ട് കിട്ടുമെങ്കിൽ ഇത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം വെച്ചാൽ നമുക്ക് ഏറ്റവും ചുരുങ്ങിയ, കാരണം ഇതുപോലത്തെ ഒരു ബോട്ടിൽ കൊണ്ടുപോയി നമ്മുടെ പറമ്പിൽ നമുക്ക് വളമിട്ടിട്ട് തിരിച്ചു വരാം.